ആ പയ്യൻ എവിടെ അടികൊണ്ട് വീണ്? അവിടെ. ജോർജുട്ടി എന്താ നോക്കുന്നത്? രക്തം. ഇവിടെ അങ്ങ് ഒരു തുള്ളി രക്തം പോലും വീണിട്ടില്ല. തലയ്ക്ക് അടികൊണ്ടെന്നല്ലേ പറഞ്ഞേ? ഒരു പക്ഷെ പുറമേ മുറിഞ്ഞിട്ടുണ്ടാവില്ല. ഇതെല്ലാം ഇവിടുന്ന് മാറ്റണം. ഈ നമ്പർ ഉപയോഗിച്ച് അയാൾക്ക് നമ്മളെ ട്രേസ് ചെയ്യാം. सिम कार्ड ला एंड एरिया ऑफ ट्रैवल आउट चेक सीधे मोबाइल नंबर है नंबर चेक नहीं आकाश अगली बार कॉल ट्रेस होनी चाहिए. Get your best man on the job. They can trace his location. ട്രേസ് ചെയ്തപ്പോൾ എല്ലാ നമ്പറും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചു. റൗട്ടർ ട്രേസ് ചെയ്യാൻ കോൾ ഡ്യൂറേഷൻ ഇത് പോരാ. அந்த ரெண்டாவது செல்போன் எந்த இடத்துல டீஆக்டிவேட் ஆச்சு? போலீஸ் செல்போன் வச்சு தான் யூஸ் பண்ணுறாங்க. இனிமேல் நம்ம ஃபோனை வாங்கி பிரச்சனை. സിഗ്നൽ സ്ട്രെങ്ത് വെച്ച് നോക്കിയാൽ ആ ടവറിന് 1/2 കിലോമീറ്റർ റേഡിയസിനുള്ളിലായിരിക്കും ലൊക്കേഷൻ. ഞാൻ വരുന്നിടം വരെ നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയോ ആരും വിളിക്കുകയോ ചെയ്യരുത്. പുറമേ നിന്ന് ആര് നോക്കിയാലും ഈ വീട്ടിൽ ആരും ഇല്ലെന്ന് തോന്നണം. മനസ്സിലായോ? ജോർജുട്ടി എവിടെ പോവാ? ആ കാറ് കണ്ടെത്തി എത്രയും പെട്ടെന്ന് മാറ്റണം. വേഗം വരണം. ഞങ്ങൾ ഇവിടെ തനിച്ചേ നീ ഉള്ളൂ. പേടിക്കണ്ട. രാത്രിയാവുന്നതിന് മുമ്പ് ഞാനിങ്ങെത്തും. എന്താ മോളെ? അച്ഛനല്ലേ മോളുടെ കൂടെ? എന്തായാലും തുറന്നു പറ. എനിക്ക് ജയിലിൽ പോവാൻ പേടിയാ. മോള് ജയിലിൽ പോവാനോ? ഈ അച്ഛൻ ജീവിച്ചിരിക്കുമ്പോഴോ? ഒരിക്കലും നടക്കില്ല. ഇത് അച്ഛൻ്റെ വാക്കാ. ആ എണ്ണിയത് മതി. ഇതാ അയ്യോ ഇത് പോരല്ലോ തോമാച്ച. അത് 300 സാറേ. പാസ്പോർട്ട് വെരിഫിക്കേഷൻ വരുമ്പോ ആള് സ്ഥലത്തുണ്ടെങ്കിലുള്ള റേറ്റ് ആണ് 300, അല്ലെങ്കിൽ ഡബിൾ ആവും. ഞായറാഴ്ച പള്ളി പോയതുകൊണ്ട് പള്ളിയിലൊക്കെ എപ്പോ വേണേലും പോവാലോ തോമാച്ച. ഗൾഫ് അങ്ങനല്ലല്ലോ. നിന്റെ എത്ര നട പറഞ്ഞ? 70. ഓ പാവങ്ങളെ ഇങ്ങനെ പിഴിയല്ലേടാ. ഞങ്ങളൊന്ന് ജീവിച്ചോട്ടെ. എന്നാ 50 മതി. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. ജോർജ് കുട്ടിയല്ലേ അത്? ആണെന്ന് തോന്നുന്നു. അയാൾ വണ്ടി മാറിയോ? ഇവനിവിടെ താമസം? ദേ ആ കാണുന്ന പറമ്പല്ലേ ജോർജ് കുട്ടിയുടെ. ഹലോ. ആ യെസ് പ്രഭാകർ. ഇല്ലില്ല, ഒരു മാറ്റവും ഇല്ല. കൃത്യം 12 മണിക്ക് തന്നെ ബോർഡ് മീറ്റിംഗ് തുടങ്ങും. അവർ നമ്മൾ ഇന്ത്യക്കാരെ പോലെയൊന്നുമല്ല. ദേ ആർ വെരി പ്രോംപ്റ്റ് ആൻഡ് പങ്ക്ച്വൽ. ഓക്കെ ഓക്കെ. ഈ വരുണത് എവിടെ പോയി കിടക്കുക? എപ്പോൾ വിളിച്ചാലും അവന്റെ മൊബൈൽ സ്വിച്ച് ഓഫാ. നിങ്ങളുടെ ഇടയ്ക്കിടയ്ക്കുള്ള വിളി പേടിച്ചാണ് ഫോൺ ഓഫ് ചെയ്ത് വെക്കുന്നത്. പ്രഭയോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു അവന്റെ പുറകെ നടന്ന് ഇങ്ങനെ ശല്യം ചേർത്തുന്നത്. അവന് കുറച്ച് ഫ്രീഡം കൊടുക്കണം, അല്ലെങ്കിൽ അവൻ റിബലാവേ ഉള്ളൂ. നീ പറയുന്നത് ഞാൻ സമ്മതിക്കുന്നു. ഫ്രീഡം വേണം. പക്ഷെ ആ ഫ്രീഡത്തിനുണ്ടൊരു പരിധി. ഈ വരുണിന്റെ കാര്യത്തിൽ ആ പരിധിയൊക്കെ കടന്നിരിക്കുന്നു. ഒരു ചെറുപ്പക്കാരൻ നശിക്കാൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ടവന്. ലാപ്ടോപ്പ്, ഇന്റർനെറ്റ് കണക്ഷൻ, ക്രെഡിറ്റ് കാർഡ്, കാറ്. എന്തിനാണ് ഒരു സ്റ്റുഡന്റിന് ഇത്രയധികം സൗകര്യങ്ങൾ?
കഴിഞ്ഞ മാസത്തെ അവന്റെ എക്സ്പെൻസ് എത്രയാണെന്ന് അറിയാമോ? 26,000 റുപ്പീസ്. കഴിഞ്ഞ മാസം അവൻ കുറച്ച് ഡ്രസ്സും ഷൂസും ഒക്കെ മേടിച്ചു. അതിന്റെ ബില്ലും എന്നെ കാണിച്ചു. പിന്നെന്താ? നിന്റെ ഈ അന്ധമായ സ്നേഹം അവൻ മുതലാക്കുന്ന നിനക്ക് മനസ്സിലാവാത്തതിലാണ് എന്റെ വിഷമം. ഞാൻ കണ്ടു ആ ബില്ല്. അതിലെന്താ എഴുതിയിരിക്കുന്നത്? 6 പാന്റ്, 6 ഷർട്ട്, 2 പേര് ഷൂസ്. ഞാൻ അവന്റെ മുറി കയറി നോക്കി. അവിടെ ആകെ 2 പാന്റും 2 ഷർട്ടും 1 പേര് ഷൂസും ഉള്ളൂ. ദാറ്റ്സ് എ ഫേക്ക് ബിൽ. അപ്പൊ അവൻ ആ പൈസ എന്ത് ചെയ്തു? വേറെ എന്തോ കള്ളത്തരം കാണിക്കുന്നുണ്ട്. അപ്പൊ വീണ്ടും നിങ്ങൾ അവന്റെ മുറി പരിശോധിച്ചു. വെറുതെ അല്ല അവനോട് ഇറങ്ങിപ്പോയത്. നിങ്ങൾ അവന്റെ പ്രൈവസി മാനിക്കുന്നില്ല. വെറുതെ അല്ല അവന് നിങ്ങൾ ഇഷ്ടമല്ലാത്തതും. ഈ അച്ഛനമ്മമാരുടെ മുമ്പിൽ മക്കൾക്ക് എന്തിനാ ഇത്ര വലിയ പ്രൈവസി? എന്തെങ്കിലും ഒളിക്കാനുള്ളവർക്കേ അതിന്റെ ആവശ്യമുള്ളൂ. അതാ നിനക്ക് മനസ്സിലാവാത്തത്. കഷ്ടം.